ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേർഡ് റൈസ് ആയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് വെറൈറ്റി റൈസുകൾ നമ്മളെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോൾ ആദ്യം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കേർഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. ഈ കേർഡ് റൈസ് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്ക് ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് കേട്ടോ. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലിന് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ മാക്സിമം ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് താളിപ്പിന് വേണ്ടിയിട്ട് കടലപ്പരിപ്പ്, ജീരകം, വറ്റൽമുളക്, അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സ് എല്ലാം ചേർക്കുക. എന്നിട്ട് ഇതൊന്നൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഇതൊന്നും ഒരുപാട് നേരം വഴറ്റണ്ട, അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ മാത്രം കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വറ്റൽമുളക് ഉപയോഗിച്ചത് കാരണം പിന്നെ ഞാൻ പച്ചമുളക് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കായം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പോടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിവിടെ പൊന്നിയരിയാണ് ഇത് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പൊന്നിയരി നമ്മൾ 1 ഗ്ലാസ്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. അതല്ലെങ്കിൽ നോർമൽ റൈസ് നമ്മൾ വേവിക്കുന്നത് പോലെ അധികം വെള്ളം വെച്ചിട്ട് നമ്മൾ വാർത്തെടുക്കൂലേ, അതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിതിലേക്ക് നമ്മളിവിടെ വറ്റിച്ചെടുത്തിട്ടുള്ള പൊന്നിയരിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പം ചൂട് പോയതിന് ശേഷം ഞാനിതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പുളിച്ചിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കാതെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ടിഫിനായിട്ട് എടുത്തു പോകുമ്പോൾ, ലഞ്ചിനൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ സമയമാകുമ്പോഴേക്കും പിന്നെയും ഇത് പുളിപ്പ് കൂടി വരും. അപ്പോൾ ഒരുപാട് പുളിക്കാത്ത തൈരാണെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് തൈര് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ പുളിപ്പൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇതിന് വേണ്ടി തന്നെ ചെയ്യുന്നത്. നമ്മുടെ പുളിപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി ഇത് ബാലൻസ് ആയിക്കോളും ഈ പുളിപ്പ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കേർഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അച്ചാറോ അല്ലെങ്കിൽ നമ്മൾ വഴുതിനങ്ങയൊക്കെ പൊരിച്ചത്, പപ്പടം, കൊണ്ടാട്ടം ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. എന്നും നമ്മൾ കറി, ഉപ്പേരി, ചോറ് ആ ഒരു ഐറ്റം പോകുന്നതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.